നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. എന്താണ് പറയേണ്ടതെന്ന് അറിയത്തില്ല. ഒരു പ്രത്യേക സന്തോഷത്തിലാണ്. നമ്മുടെ ഫേവറേറ്റ് ടീമായിട്ടുള്ള അർജൻറ്റീന ഇന്നത്തെ മാച്ച് ജയിച്ച് ക്വാർട്ടർ ഫൈനലിലേക്ക് ക്വാളിഫൈഡ് ആയിരിക്കുകയാണ്. ഇത് എനിക്കൊന്നും മെസ്സിയുടെ അവസാനത്തെ ഫിഫ വേൾഡ് കപ്പാണെന്നാണ് പറയുന്നത്. അപ്പം ഈ പ്രാവശ്യം അർജൻറ്റീനയെ കപ്പ് എടുപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ നന്നായി ശ്രമിക്കുന്നുണ്ട്. ഒപ്പം നമ്മൾ ഇപ്പം നടന്ന കളി എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഒരു അത്ഭുതമാണ് സംഭവിച്ചിരിക്കുന്നത്. വൈകാരികമായിട്ടുള്ളൊരു നിമിഷമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് എങ്ങനെ പറയണം എന്ന് എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. കാരണം അത്രയും സന്തോഷവും അതുപോലെ തന്നെ ആദ്യം ഈ കളി കണ്ടിരുന്ന സമയത്ത് ഭയങ്കര വിഷമമായിരുന്നു എനിക്ക്. കാരണം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫിൽ ഈജിപ്റ്റ് ഒരു ഗോളടിച്ച് 15ാമത്തെ മിനിറ്റിൽ. ഫസ്റ്റ് ഹാഫിൽ അർജൻറ്റീനയ്ക്ക് ഒരു പെനാൽറ്റി ഷൂട്ട് കിട്ടിയതായിരുന്നു. അത് മെസ്സിയായിരുന്നു എടുത്തത്. പക്ഷേ അത് ഗോളി തടയുകയുണ്ടായി. അങ്ങനെ മെസ്സിയുടെ കയ്യിൽ നിന്ന് ആ പെനാൽറ്റി ഷൂട്ട് നഷ്ടമായി. ആദ്യത്തെ 45 മിനിറ്റ് വല്ലാത്തൊരു ടെൻഷനായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫിൽ 15ാമത്തെ മിനിറ്റിൽ ഈജിപ്റ്റ് ഗോളടിച്ചതുകൊണ്ട് നമുക്ക് ടെൻഷനായി. കാരണം എന്ന് വെച്ചാൽ ഇനി തോക്കുമോ എന്നുള്ളൊരു ഭയമാണ്. കാരണം ബ്രസീൽ പൊട്ടി, അതുപോലെ തന്നെ പോർച്ചുഗൽസ് പൊട്ടി. ഇനി അർജൻറ്റീന അതുപോലെ ആവുമോ എന്നുള്ളൊരു ടെൻഷനാണ്. പിന്നെ എൻ്റെ മനസ്സ് പറഞ്ഞ് സെക്കൻഡ് ഹാഫിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കണം. സെക്കൻഡ് ഹാഫ് എത്തിയപ്പം 67ാമത്തെ മിനിറ്റിൽ ഈജിപ്റ്റ് രണ്ടാമത്തെ ഗോളും എടുത്തു. അതോടെ എൻ്റെ പ്രതീക്ഷ അല്ലെങ്കിൽ എനിക്ക് വല്ലാത്തൊരു വിഷമമായിപ്പോയി. കാരണം തകർന്ന ഒരു നിമിഷമാണ്. നമ്മൾ ഈ ബ്രസീൽ ഫാൻസിനെയും പോർച്ചുഗൽ ഫാൻസിനെയൊക്കെ വെല്ലുവിളിച്ചിരിക്കുന്ന സമയമാണിപ്പം. അപ്പോൾ അങ്ങനെയുള്ളൊരിതിൽ അർജൻറ്റീന പൊട്ടുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് വലിയൊരു ഇതാണ്. എന്നാലും എൻ്റെ മനസ്സിലൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അർജൻറ്റീന ജയിക്കുമെന്ന്. പിന്നെ കളിയുടെ ആ ഒരു രീതി അങ്ങോട്ട് മാറി. 79ാമത്തെ മിനിറ്റിൽ റൊമേരിയോ ഗോളടിച്ച്, പിന്നെ 83ാം മിനിറ്റിൽ നമ്മുടെ മെസ്സി ഗോളടിച്ച്. അങ്ങനെ സമമായി. അർജൻറ്റീന 2, ഈജിപ്റ്റും 2. പിന്നെ എനിക്കൊരു ഇതായിരുന്നു, ഫുൾ ടൈം ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പെനാൽറ്റി ഷൂട്ടുകൾ വരുമായിരിക്കും. പക്ഷെ അത്രയൊന്നും പോകേണ്ട വന്നില്ല. 93ാമത്തെ മിനിറ്റിൽ ഫെർണാണ്ടോസ് ഹെഡ് ഷൂട്ട് ചെയ്ത് അത് ഗോളായി. അങ്ങനെ അർജൻറ്റീന ടീം 3 ഗോൾ നേടിയിരിക്കുകയാണ്. 3-2 അർജൻറ്റീന കളി ജയിച്ചിരിക്കുകയാണ്. അർജൻറ്റീന അങ്ങനെ ക്വാർട്ടർ ഫൈനലിലേക്ക് ക്വാളിഫൈഡായി. ആ 3ാമത്തെ ഗോൾ അടിച്ചപ്പോൾ എൻ്റെ ആഹ്ലാദം, എൻ്റെ ആ വിജയപ്രകടനം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഇതായിരുന്നു. കാരണം എന്ത് സംഭവിക്കും. കാരണം എന്ന് വെച്ചാൽ ഈജിപ്റ്റ് ഗോളടിക്കാനായിട്ടുള്ള എല്ലാ അവസരങ്ങളും അവർക്കുണ്ടായിരുന്നു. പക്ഷേ അർജൻറ്റീന ടീമുകാർ ഡിഫെൻഡ് ചെയ്തതും അതുപോലെ തന്നെ ഗോളി അത് ഡിഫെൻഡ് ചെയ്തതും വലിയൊരു കാര്യം തന്നെയായിരുന്നു. ആ 93ാം മിനിറ്റിലെ ഗോളാണ് അർജൻറ്റീന ആരാധകരെ രക്ഷിച്ചത്. 100 മിനിറ്റായിരുന്നു കളി നടന്നത്. പക്ഷേ വിധി അല്ലെങ്കിൽ നിമിത്തം നമ്മുടെ കൂടെയായിരുന്നു. നമ്മൾ വിജയിക്കണം. 2026 ഫിഫ വേൾഡ് കപ്പ് നമ്മൾ നേടണം. അത് മെസ്സിയുടെ കയ്യിൽ നമ്മൾ എടുത്തു കൊടുക്കണം എന്നാണ് വിധി. വല്ലാത്തൊരിതായിരുന്നു. കാരണം ഫസ്റ്റ് ഹാഫിൽ ഈജിപ്റ്റ് 1 ഗോള്, അർജൻറ്റീന 0. സെക്കൻഡ് ഹാഫിൽ 67ാം മിനിറ്റിൽ ഈജിപ്റ്റ് രണ്ടാമത്തെ ഗോൾ അടിച്ചു. 79ാം മിനിറ്റിലാണ് അർജൻറ്റീന ഫസ്റ്റ് ഗോൾ അടിച്ചത്. പിന്നെ മെസ്സിയുടെ വക, ഫെർണാണ്ടോസിൻ്റെ വക ഗോൾ, അത് വിജയത്തിലേക്കെത്തി. ഈ കളി കണ്ട് ഇതിൽ അർജൻറ്റീനയുടെ വിജയം കണ്ട് ഏറ്റവും കൂടുതൽ അസൂയപ്പെടുന്നത് ബ്രസീൽ ഫാൻസും അതുപോലെ തന്നെ പോർച്ചുഗൽ ഫാൻസുമാണ്. കാരണം അവർക്ക് ഒന്നും പറ്റിയില്ല.
ഇവരൊക്കെ കളിച്ച 3 കളിയിൽ 1 കളി സമനിലയും പിന്നെ 2 കളിയൊക്കെ ജയിച്ച. അതുപോലെ തന്നെ പോർച്ചുഗൽസും. ബ്രസീൽ കളിച്ച എല്ലാ കളികളും ജയിച്ച്. അപ്പോൾ അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ, നിമിത്തം എന്ന് പറഞ്ഞാൽ അർജൻറ്റീന ഈ തവണ കപ്പ് പൊക്കുമെന്നാണ്. ഇനിയിപ്പം ക്വാർട്ടർ ഫൈനലിൽ ആരുമായിട്ടാണെന്ന് നമുക്ക് എനിക്കറിയത്തില്ല. ഞാൻ ആ ലൈവ് കണ്ട ഉടനെ തന്നെ വീഡിയോ ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. കാരണം അത്രയ്ക്കൊരു വല്ലാത്തൊരു വൈകാരികമായിട്ടുള്ളൊരു നിമിഷമായിരുന്നു. അത്രയൊരു ഇതായിരുന്നു. ആ അവസാനത്തെ ആ 3ാമത്തെ ഗോളടിച്ചപ്പോൾ അതിൻ്റെ ആഹ്ലാദം അതിര് കടന്ന് നമുക്ക്. അപ്പം എന്തായാലും ബ്രസീൽ ഫാൻസും പോർച്ചുഗൽ ഫാൻസും ഒന്നും വിഷമിക്കണ്ട. നിങ്ങൾക്ക് ഇനി അടുത്ത പ്രാവശ്യവും അവസരമില്ല. പിന്നെ നെയ്മർ കാണത്തില്ല. അതുപോലെ തന്നെ അടുത്ത വേൾഡ് കപ്പിൽ മെസ്സിയും കാണത്തില്ല. ഞങ്ങൾക്കും വിഷമമുണ്ട്. എന്നാലും എല്ലാവരും ആഹ്ലാദിക്കുക. ഇത് നമ്മുടെ വിജയമാണ്. അപ്പം അടുത്ത ദിവസങ്ങളിലെ ക്വാർട്ടർ ഫൈനൽ മാച്ച് നമുക്ക് കാണാം. എന്തായിരിക്കും അവിടെ ഉണ്ടാകുന്ന അത്ഭുതം. ഇന്ന് ഞാൻ ഇട്ട വീഡിയോയ്ക്ക് ഒരാൾ എനിക്കൊരു കമൻ്റ് ഇട്ടായിരുന്നു, ഒരു ബെറ്റ് വയ്ക്കുന്നതെന്ന്. ഈജിപ്റ്റ് 1 ഗോളിന് ജയിക്കുമെന്ന്. ഞാൻ അതിന് കമൻ്റ് ചെയ്യുകയും റിപ്ലൈ കൊടുക്കുകയും ചെയ്തു. കാണാം. ഈജിപ്റ്റിനെ അടിച്ച് നിലംപരിശാക്കി കളഞ്ഞല്ലേ അർജൻറ്റീനയോട് കളിക്കാനായിട്ട് ഈജിപ്റ്റ് അത്രയൊന്നും വളർന്നിട്ടില്ല. പിന്നെ എന്തോ ഒരു ഭാഗ്യത്തിനാണ് അവർക്ക് 2 ഗോള് കിട്ടിയത്. പക്ഷേ ആ പെനാൽറ്റി ഷൂട്ട് കിട്ടിയിരുന്നെങ്കിൽ, സാധാരണ മെസ്സി പെനാൽറ്റി ഷൂട്ടൊന്നും കളയാത്തതാണ്. എന്തോ ഒരു ഇതിലാണ്. നിങ്ങൾക്ക് ഭയങ്കര ഭാഗ്യമുണ്ട്, നിങ്ങൾ ഈ കളി ജയിക്കുമെന്നുള്ള ഒരു പറ്റിക്കാൻ വേണ്ടിയിട്ട് നടന്നൊരു ഇതായിരുന്നു. പക്ഷേ കളി നമ്മുടെ കയ്യിൽ തന്നെയായിരുന്നു. അപ്പോൾ ഇനി ഞാൻ വലിച്ചു കിട്ടുന്നില്ല. കാരണം എന്താ പറയുക, പ്രത്യേക സന്തോഷമാണ്. ഇപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും ഈ അർജൻറ്റീനയുടെ വിജയം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഇന്ന് കാണാൻ ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എൻ്റെ ആഹ്ലാദം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഇനി ഞാൻ ഒരുപാട് വലിച്ച് നീട്ടിക്കൊണ്ട് പോകുന്നില്ല. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷയുണ്ട്, അർജൻറ്റീന ഫാൻസിൻ്റെ സപ്പോർട്ട് പ്രതീക്ഷയുണ്ട്. ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബായ്. വാമോസ് അർജൻറ്റീന.